അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റജബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഇസ്റാഉം മിഅ്റാജുമാണ്. പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് അമാനുഷിക സംഭവങ്ങൾ, മുഅ്ജിസത്തുകൾക്കിടയിൽ ഏറ്റവും ബൃഹത്തായ പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്, രാത്രിയുടെ വളരെ കുറഞ്ഞ യാമങ്ങൾ കൊണ്ട് ഒരുപാട് ദൂരെയുള്ള ഫലസ്തീനിലേക്ക് മക്കയുടെ മസ്ജിദുൽ ഹറമിൽ നിന്നും പ്രവാചകനെ കൂട്ടിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ യാത്ര. ആ യാത്രയാണ് ഇസ്റാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്റാ, രാപ്രയാണം, രാത്രിയിലെ സഞ്ചാരം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മിഅ്റാജ് പിന്നീട് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ യാത്രയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. വളരെ വ്യക്തമായി പറഞ്ഞു തരിക. സുബ്ഹാനല്ലദീ, ആയത്തിന്റെ തുടക്കം തന്നെ വളരെ അധികം രസകരമായ രൂപത്തിലാണ്. എന്തേ? അറബ് നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, അറബികൾ എന്തെങ്കിലും അത്ഭുതകരമായ കാഴ്ചകൾ കാണുമ്പോൾ അവർ പറയും സുബ്ഹാനല്ലാഹ്. അത്ഭുതകരമായ ഒരു വാർത്ത കേട്ടാൽ സുബ്ഹാനക യാ റബ്ബ്. ഇങ്ങനെ സുബ്ഹാന എന്ന പദം അത്ഭുതകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതിനെക്കുറിച്ചറിയുമ്പോഴും അത് പറയാൻ നിൽക്കുമ്പോഴുമൊക്കെ പ്രത്യേകമായി ഉപയോഗിക്കുന്നത് അറബി ഭാഷയുടെ ഒരു ശൈലിയാണ്. ആ ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യ ഹബീബിൻ്റെ ഇസ്റാ യാത്രയെ നമുക്ക് പരിചയപ്പെടുത്തിയത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, സ്വന്തം അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച ആ സൃഷ്ടാവ് എത്രമേൽ ഉത്കൃഷ്ടനാണ്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല, ചുറ്റുഭാഗവും ബറക്കത്തുകളാൽ നിറക്കപ്പെട്ട. എന്താണ് അതിൻ്റെ അർത്ഥം? ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് പ്രവാചകന്മാരുടെ മഖ്ബറകളുണ്ട്. അങ്ങനെ ചുറ്റുഭാഗം ബറക്കത്തുകളാൽ നിറക്കപ്പെട്ട ആ മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ ഹറമിൽ നിന്നും തൻ്റെ അടിമയെ രാപ്രയാണം നടത്തിച്ച സൃഷ്ടാവ് എത്ര ഉത്കൃഷ്ടനാണ്. എന്തിനാണ് കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിന, ആ പ്രവാചകന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മുൻകഴിഞ്ഞ